Hi students, it's me Sridag, your physics teacher. Welcome back to my online physics class. Today we are going to start our third chapter in physics. Our third chapter is force. Our chapter name is force. So let's start our new chapter. In the first page of our third chapter, there is a figure. A student entering the headmaster's room happens to see the writings on the glass door. What do they indicate? We can see that on the door, which is right in the red letters. What is that? Push, isn't it? സോ ആ ഡോറിൽ പുഷ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ പുൾ എന്നും എഴുതിയിട്ടുണ്ട് ബ്ലൂ ലെറ്റേഴ്സിൽ, അല്ലേ? സോ ഈ വേർഡ്സ് നിങ്ങൾ പലപ്പോഴായിട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, അല്ലേ? നമ്മൾ ഏതൊരു ഓഫീസിലേക്ക് ചെന്നാലും അല്ലെങ്കിൽ ഏതൊരു കടയിലേക്ക് ചെന്നാലും അതിൻ്റെ ഡോറിൽ പുഷ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പുൾ എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലേ? ഏതെങ്കിലും ഒരു സൈഡിൽ പുഷ്, ഓപ്പോസിറ്റ് സൈഡിൽ പുൾ, അല്ലേ, എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ പലപ്പോഴായിട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. സോ എന്താണത് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് മീൻ ദാറ്റ്? എന്താണത് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, സോ പുഷ് എന്ന് പറഞ്ഞാൽ തള്ളുക എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ പുൾ എന്ന് പറഞ്ഞാൽ വലിക്കുക എന്നാണ് അർത്ഥം, അല്ലേ? സോ പല സ്ഥലങ്ങളിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും തള്ളുക, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വലിക്കുക എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലേ? സോ ദ വേർഡ്സ് പുഷ് ആൻഡ് പുൾ ആർ ഫെമിലിയർ വിത്ത് യു, isn't it? സോ ഈ രണ്ട് വാക്കുകളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ക്ലിയർ? സോ ദർ ഈസ് ഓൾസോ two figures on the first page of our chapter. What is that? The first figure is an old man pulling a carriage in a handcart, isn't it? What is the second picture? A person pushing a car, isn't it? So after analyzing the pictures, tabulate the activities in them into push or pull. Okay, so ഇവിടെ കാണിച്ചിട്ടുള്ള രണ്ട് ഫിഗേഴ്സ് ഉണ്ട്, അല്ലേ? സോ ഇതിൽ ഒരു ഫിഗർ പുള്ളിംഗ് ആണ്, അടുത്ത ഫിഗർ പുഷിംഗ് ആണ്, അല്ലേ? സോ ഇതിൽ പുഷ് ആൻഡ് പുൾ ടാബുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? ആൻഡ് ആഡ് മോർ എക്സാമ്പിൾസ് ടു ദ ടേബിൾ ആൻഡ് എക്സ്പാൻഡ് ഇറ്റ്. സോ പുഷിനും പുള്ളിനും മോർ എക്സാമ്പിൾസ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? സോ പുഷ് എന്ന് പറയുന്ന ടേബിളിൽ നമുക്ക് എന്താ എഴുതാം? പുഷിംഗ് എ കാർ. ഓക്കെ, സോ ഓൺ ദി അതർ സൈഡ് ആൻ ഓൾഡ് മാൻ പുള്ളിംഗ് എ കാരേജ് ഇൻ എ ഹാൻഡ് കാർട്ട്. ഒരു കൈവണ്ടിയിൽ ഒരുപാട് ചാക്കുകൾ വെച്ചിട്ട് വലിക്കുന്നുണ്ട്, അല്ലേ? സോ അത് വലിക്കുകയാണ്. സോ ഇറ്റ് ഈസ് പുള്ളിംഗ്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് പുള്ളിംഗ് എ കാരേജ് ഇൻ എ ഹാൻഡ് കാർട്ട്. ക്ലിയർ? സോ വി ക്യാൻ എക്സ്പാൻഡ് ദിസ് ടേബിൾ യൂസിങ് മോർ എക്സാമ്പിൾസ്. ഓക്കെ, സോ പുഷിന് മറ്റൊരു എക്സാമ്പിൾ, പുഷ് ആൻഡ് ക്ലോസ് ദ ഡോർ. ഓക്കെ, നമ്മളൊരു ഡോറ് തള്ളി അടയ്ക്കുന്നത് പുഷിന് എക്സാമ്പിളാണ്, അല്ലേ? നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ റൂമിൽ കയറിയിട്ട് പെട്ടെന്ന് ഡോറ് തള്ളി അടയ്ക്കാറുണ്ട്. സോ ഇതെന്താണ്? പുഷിന് എക്സാമ്പിളാണ്. ക്ലിയർ? ദെൻ പുഷ് ഫോർവേഡ് എ ടേബിൾ. ഓക്കെ, നമ്മുടെ വീടുകളിലൊക്കെയുള്ള ടേബിള്, ചെയർ എന്തും ആവാം, നമ്മൾ തള്ളി മാറ്റാറുണ്ട്. ക്ലിയർ? സോ അതും പുഷിന് എക്സാമ്പിളാണ്. അനദർ എക്സാമ്പിൾ, പുഷ് ആൻഡ് ക്ലോസ് ദ ഡ്രോയർ ഓഫ് എ ടേബിൾ. ഓക്കെ, സോ നമ്മൾ ടേബിളിന് ഡ്രോയർ ഉണ്ടാവും, വലിപ്പ് എന്ന് പറയും, അല്ലേ? സോ ഈ ഡ്രോയർ നമ്മൾ തള്ളി അടയ്ക്കാറുണ്ട്, അല്ലേ? നമ്മൾ വലിക്കാറുണ്ട്, തള്ളി അടയ്ക്കാറുണ്ട്. സോ ഡ്രോയർ തള്ളി അടയ്ക്കുന്നത് പുഷിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ ഇനി നമുക്ക് പുള്ളിന് എക്സാമ്പിൾ നോക്കാം. സോ ഫസ്റ്റ് വൺ, പുള്ളിങ് എ കാരേജ് ഇൻ എ ഹാൻഡ് കാർട്ട്. സെക്കൻഡ് വൺ, പുൾ ദ റോപ്പ്, വടം വലിക്കുന്നത്, അല്ലേ? നമ്മൾ ഓണപരിപാടികളിലൊക്കെ മത്സരങ്ങൾ കണ്ടിട്ടുണ്ട്, വടം വലി മത്സരം, അല്ലേ? സോ വടം വലിക്കുന്നത് എന്താണ്? പുള്ളിന് എക്സാമ്പിളാണ്. ക്ലിയർ? അനദർ എക്സാമ്പിൾ, പുൾ ദ റോപ്പ് ഓഫ് എ കൗ. ദാറ്റ് ഈസ് ഒരു പശുവിൻ്റെ കയറ് വലിക്കുന്നത്. ദാറ്റ് ഈസ് ഒരു പശുവിനെ നമ്മൾ അതിൻ്റെ കഴുത്തിൽ കയറുണ്ടായിരിക്കും, സോ അത് വലിക്കുന്നത് എന്താണ്? പുള്ളിന് എക്സാമ്പിളാണ്. ക്ലിയർ? സോ പശുവിനെ വേണമെന്നില്ല, ആടാവാം, പോത്താവാം, എന്തും ആവാം. ക്ലിയർ? എന്തെങ്കിലും ഒരു അനിമലിനെ നമ്മൾ വലിക്കുന്നത് എന്താണ്? കയറ് യൂസ് ചെയ്ത് വലിക്കുന്നത് പുള്ളിന് എക്സാമ്പിളാണ്. അവർ നെക്സ്റ്റ് എക്സാമ്പിൾ, പുൾ ആൻഡ് ഓപ്പൺ ദി ഡ്രോയർ ഓഫ് എ ടേബിൾ. ഓക്കെ, അതായത് ഒരു ടേബിളിൻ്റെ വലിപ്പ്, ഡ്രോയർ നമ്മൾ വലിച്ച് തുറക്കുന്നത്. സോ അതും എന്താണ്? പുള്ളിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ ദർ ആർ സോ മെനി എക്സാമ്പിൾസ് ഫോർ പുഷ് ആൻഡ് പുൾ ഇൻ യുവർ ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പുഷിനും പുള്ളിനും ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, സോ ഒരു 4 എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ക്ലിയർ? When an object is pushed or pulled,
a force is being applied on it. Clear? That is, നമ്മൾ ഒരു ഒബ്ജക്റ്റ് പുഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുൾ ചെയ്യുമ്പോഴോ അവിടെ ഒരു ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. Isn't it? So push and pull is force. So പുഷ് ചെയ്യുന്നതും പുൾ ചെയ്യുന്നതും ഫോഴ്സ് ആണ്. Clear? We all know that the unit of force. What is the unit of force? The unit of force is Newton. It is indicated by the capital letter N. Okay. Then on the next page we can see that so many pictures. There are 6 pictures in the next page. Observe the pictures given below. After analyzing the pictures, write down in the table below the result of applying force on different objects. So there are different objects in the 6 pictures. Isn't it? So ഇവിടെ കൊടുത്തിട്ടുള്ള 6 ചിത്രങ്ങളിലും ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. സോ എന്താണ് ഫസ്റ്റ് പിക്ചർ? ഒരു ഫുട്ബോൾ പ്ലെയർ ഒരു ബോൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് അല്ലേ. ദെൻ സെക്കൻഡ് ഫിഗർ ഒരു ഗോൾ കീപ്പർ ഒരു ഫുട്ബോൾ തട്ടിമാറ്റുന്നതാണ്. ദെൻ തേർഡ് പിക്ചർ ഒരു ക്രിക്കറ്റ് പ്ലെയർ ഒരു ബോൾ അടിച്ച് തെറിപ്പിക്കുന്നതാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് പിക്ചർ ഒരു സ്പോഞ്ച് കൈകൊണ്ട് പ്രസ് ചെയ്യുന്നതാണ്. ദെൻ ഒരാൾ ഒരു പശുവിനെ വലിക്കുന്നതാണ്. ദെൻ ലാസ്റ്റ് പിക്ചർ ഒരു കുട്ടി ഒരു ചുമര് തള്ളുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ. സോ ആഫ്റ്റർ അനലൈസിങ് ദി പിക്ചേഴ്സ് റൈറ്റ് ഡൗൺ ഇൻ ദ ടേബിൾ ബിലോ ദ റിസൾട്ട്സ് ഓഫ് അപ്ലൈങ് ഫോഴ്സ് ഓൺ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്. സോ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ഈ 6 പിക്ചേഴ്സിലും ഒരു ടൈപ്പ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. എല്ലാ ഒബ്ജക്ട്സിലും ഒരു ടൈപ്പ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ? സോ ഈ ഫോഴ്സിൻ്റെ റിസൾട്ട് എന്താണ്? അതാണ് നമ്മളോട് ടേബിളിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? സോ ദർ ഈസ് എ ടേബിൾ. ഇൻ ദ ഫസ്റ്റ് കോളം ആക്ടിവിറ്റി ആൻഡ് ദ സെക്കൻഡ് കോളം ഈസ് റിസൾട്ട്. സോ ദ ഫസ്റ്റ് ആക്ടിവിറ്റി ഈസ് ദാറ്റ് അപ്ലൈയിങ് ഫോഴ്സ് ഓൺ എ റോളിംഗ് ബോൾ, സ്ലോലി പുഷിംഗ് ഇറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് ദ ലെഗ്. ഓക്കെ. സോ ഗ്രൗണ്ടിലൂടെ മൂവ് ചെയ്ത് വരുന്ന ഒരു ബോളിനെ ലെഗ് കൊണ്ട് ആ ബോൾ മൂവ് ചെയ്ത് വരുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ് കൊടുത്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാണ്. ക്ലിയർ? സോ അവിടെ ഒരു പുഷാണ് കൊടുക്കുന്നത് അല്ലേ. സോ ലെഗ് കൊണ്ട് ആ ബോളിൽ ഒരു പുഷിംഗ് ആണ് കൊടുക്കുന്നത്. സോ അതിൻ്റെ റിസൾട്ടായിട്ട് ആ ബോൾ സ്റ്റോപ്പ് ചെയ്യുന്നു. സോ ദ ബോൾ കംസ് ടു റെസ്റ്റ്. ബോൾ റെസ്റ്റിലേക്ക് വരികയാണ്. ദെൻ ദ സെക്കൻഡ് ആക്ടിവിറ്റി ഈസ് പുഷിംഗ് എ വാൾ അല്ലേ. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 6th പിക്ചറിൽ. സോ നമുക്കിവിടെ 6ാമത്തെ ചിത്രത്തിൽ കാണാം ഒരാൾ ഒരു ചുമര് തള്ളുന്നത് അല്ലേ. സോ പുഷിംഗ് എ വാൾ അതാണ് ആക്ടിവിറ്റി. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? ദ വാൾ ഹാസ് എ ടെൻഡൻസി ടു മൂവ്. സോ അവിടെ വാളിന് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് റിസൾട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ? സോ ഇവിടെ വാൾ മൂവ് ചെയ്യുന്നില്ല, വാളിന് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി അല്ലേ. സോ ഒരാൾ ഒരു വാളിൽ ഫോഴ്സ് കൊടുത്താൽ ആ വാൾ മൂവ് ചെയ്യുമോ? നോ, നെവർ. ഓക്കെ. സോ ആ വാളിന് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ? Then our second picture is that a goalkeeper applying a force on a flying ball with his hands. Isn't it? സോ പോസ്റ്റിലേക്ക് ഫ്ലൈ ചെയ്ത് വരുന്ന ഒരു ഫുട്ബോളിനെ ഗോൾ കീപ്പർ ഫോഴ്സ് കൊടുത്ത് റെസിസ്റ്റ് ചെയ്യാണ് അല്ലേ. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? ദ ഡയറക്ഷൻ ഓഫ് ദി ബോൾ ചേഞ്ചസ്. സോ ആ ഫുട്ബോളിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ക്ലിയർ? ദെൻ അവർ തേർഡ് പിക്ചർ, എ ബാറ്റ്സ്മാൻ ഹിറ്റ് ദ ക്രിക്കറ്റ് ബോൾ. So what is the result? The direction of the cricket ball changes. Isn't it? So ആ ബാറ്റ്സ്മാൻ ഏത് ഡയറക്ഷനിലേക്കാണല്ലോ ആ ബോൾ ഹിറ്റ് ചെയ്യുന്നത്, സോ ആ ഡയറക്ഷനിലേക്കായിരിക്കും ബോൾ മൂവ് ചെയ്യുക. ക്ലിയർ? സോ അവിടെ ഒരു ഫോഴ്സാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് പിക്ചർ, പ്രസ്സിങ് എ സ്പോഞ്ച് വിത്ത് ഹാൻഡ്. ഒരു സ്പോഞ്ച് പ്രസ് ചെയ്യാണ്. സോ എന്താ സംഭവിക്കുക? ആ സ്പോഞ്ചിൻ്റെ ഷേപ്പ് മാറും അല്ലേ. സോ ഒരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കും ആദ്യം. സോ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറും. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. So shape of the sponge changes. Then our 5th picture, pulling a cow. ഒരു കൗവിനെ ഒരാൾ വലിക്കുകയാണ് അല്ലേ. സോ ആ കൗവ് വരുന്നുണ്ടോ? ഇല്ല. ആ കൗ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ പേഴ്സൺ വലിക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൗ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. സോ ആ കൗ മൂവ് ചെയ്യുന്നില്ല അല്ലേ. സോ കൗ വരാൻ കൂട്ടാക്കുന്നില്ല. സോ കൗ അവിടെ മൂവ് ചെയ്യുന്നില്ല. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? ദ മോഷൻ ഓഫ് ദി കൗ സ്റ്റോപ്പ് ഓർ സ്റ്റോപ്പ് ദ മോഷൻ ഓഫ് ദി കൗ. Isn't it? That is, കൗവിൻ്റെ മോഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ക്ലിയർ? സോ ദീസ് ആർ ദ ആക്ടിവിറ്റീസ് ആൻഡ് റിസൾട്ട്സ്. ഫ്രം ദ ഡിസ്കഷൻസ് വി ഹാഡ് സോ ഫാർ, വാട്ട് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഫോഴ്സ്? സോ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഫോഴ്സിനെ കുറിച്ച് എന്താണ് മനസ്സിലായത്? വാട്ട് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഫോഴ്സ്? സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ്
ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ അല്ലേ. സോ ഒരു പുഷോ പുള്ളോ എന്താണ്, ഫോഴ്സ് ആണ്. ഓർ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ദ ഷേപ്പ്, സൈസ്, വോളിയം, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് എ ബോഡി. സോ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ ഷേപ്പ്, സൈസ്, വോളിയം, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഇവയൊക്കെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നതാണ്. ക്ലിയർ? സോ ദിസ് ഈസ് ഫോഴ്സ്. സോ എല്ലാവരും ഫോഴ്സിൻ്റെ ഡെഫിനേഷൻ പഠിച്ചോളൂ. ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ദ ഷേപ്പ്, സൈസ്, വോളിയം, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് എ ബോഡി. ക്ലിയർ? സോ ഇവിടെ ടെൻസ് ടു ചേഞ്ച് എന്ന് പറയാൻ കാരണം ഒരു വാൾ അവിടെ ഒരു പേഴ്സൺ പുഷ് ചെയ്യുന്നുണ്ട് അല്ലേ, പക്ഷേ ആ വാളിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ദർ ഈസ് നോ റിസൾട്ട്. ദ റിസൾട്ട് ഈസ് ദാറ്റ് ദ വാൾ ഹാസ് എ ടെൻഡൻസി ടു മൂവ്. അതിന് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി മാത്രമേ ഉള്ളൂ. സോ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ റിസൾട്ടായിട്ട് വാൾ മൂവ് ചെയ്യുന്നില്ല, പക്ഷേ വാളിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് ഷേപ്പ്, സൈസ്, വോളിയം, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യണം നിർബന്ധമില്ല, അതിനൊരു ടെൻഡൻസി ഉണ്ടായാലും മതി. ക്ലിയർ? അതുകൊണ്ടാണ് അവിടെ ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ചസ് എന്ന് പ്രത്യേകം പറഞ്ഞത്. ക്ലിയർ? സോ വി ക്യാൻ എൻ്റർ ടു ദി നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, സോ our first topic is that contact force and non-contact force. Okay, so in this chapter we want to study about different types of force. Our first type of force is contact force and non-contact force. So let's start. Observe the pictures. So there are so many pictures in your textbook. First one is a lady drawing water from a well. Then the second picture is pushing a trolley. Third picture, a coconut falling from a coconut tree. Then a ball coming to rest after being rolled on a level ground. The next picture, a magnet attracting a nail. Then a plastic scale rubbed on hair attracts pieces of paper. Okay, so ഈ പിക്ചേഴ്സ് അനലൈസ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞുള്ളത്. ക്ലിയർ? സോ ദർ ആർ 6 സിറ്റുവേഷൻസ്. സോ ഈ സിറ്റുവേഷൻസ് അനലൈസ് ചെയ്തിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? സോ ഇൻ ദ ടേബിൾ ദർ ആർ 6 സിറ്റുവേഷൻസ് ആൻഡ് ദ നെക്സ്റ്റ് കോളം ഈസ് ഫോഴ്സ് ഡ്യൂ ടു കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ആൻഡ് വിത്ത് നോ കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. സോ ഇവിടെ ഒക്കർ ചെയ്യുന്ന ഫോഴ്സ് രണ്ട് ഒബ്ജക്ട്സിൻ്റെ കോണ്ടാക്റ്റ് വഴി ഉണ്ടാകുന്ന ഫോഴ്സ് ആണോ അതോ ഒബ്ജക്ട്സിൻ്റെ കോണ്ടാക്റ്റ് ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ? സോ വി ക്യാൻ ചെക്ക്. ഫസ്റ്റ് വൺ ഈസ് പുള്ളിങ് എ ട്രോളി. ദ ഫോഴ്സ് ഈസ് ഡ്യൂ ടു കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. ഓക്കെ, സോ ഒരു ട്രോളി തള്ളുന്നത് രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള കോണ്ടാക്റ്റ് വഴിയാണ് അല്ലേ. ദാറ്റ് ഈസ് ഒരു മാൻ ട്രോളി തള്ളുന്നുണ്ട് അല്ലേ. സോ ആ ട്രോളി തള്ളുന്നത് ആ പേഴ്സൻ്റെ ഹാൻഡ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ആ ട്രോളിയുടെ ടയറും ഗ്രൗണ്ടും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. ക്ലിയർ? സോ അവിടെ പേഴ്സൻ്റെ ഹാൻഡും ആ ട്രോളിയും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ട്രോളിയുടെ ടയറും ഗ്രൗണ്ടും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ, എ കോക്കനട്ട് ഫാളിങ് ഫ്രം എ കോക്കനട്ട് ട്രീ. സോ ഇറ്റ് ഈസ് എ നോൺ കോണ്ടാക്റ്റീവ് ഫോഴ്സ്. സോ ഒരു കോക്കനട്ട് ട്രീയിൽ നിന്നും ഫാൾ ചെയ്യുന്നത് നോൺ കോണ്ടാക്റ്റീവ് ഫോഴ്സ് ആണ്. ക്ലിയർ? സോ ഇറ്റ് ഈസ് വിത്ത് നോ കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. ഓക്കെ, ദാറ്റ് ഈസ് അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ റിസൾട്ടായിട്ടാണ് ആ കോക്കനട്ട് താഴേക്ക് ഫാൾ ചെയ്തത്. ക്ലിയർ? സോ ഒരു കോക്കനട്ട് ഫ്രീ ആയിട്ട് വീഴുന്ന എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ആരും തെങ്ങിൽ കയറിയിട്ട് തേങ്ങ ഇടുന്ന എക്സാമ്പിൾ അല്ലത്. ക്ലിയർ? സോ നെക്സ്റ്റ് എക്സാമ്പിൾ, ഡ്രോയിങ് വാട്ടർ ഫ്രം എ വെൽ. കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നത്. സോ ഇറ്റ് ഈസ് എ കോണ്ടാക്റ്റ് ഫോഴ്സ്. സോ ഡ്യൂ ടു കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. ദാറ്റ് ഈസ് അവിടെ റോപ്പും അതുപോലെ തന്നെ പുള്ളിയും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ റോപ്പും ആ ലേഡിയുടെ ഹാൻഡും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ്. ദ നെക്സ്റ്റ് വൺ, എ ബോൾ കമ്മിങ് ടു റെസ്റ്റ് ആഫ്റ്റർ ബീങ് റോൾഡ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്. ഇറ്റ് ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ്. ദാറ്റ് ഈസ് ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ബോൾ ആൻഡ് ഗ്രൗണ്ട്. ഗ്രൗണ്ടും ബോളും തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലേ. ഓക്കെ, then a magnet attracting a nail. So it is a non-contact force. That is with no contact between objects. So ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ റിസൾട്ടായിട്ടാണ് ആ നെയിലും മാഗ്നറ്റും അട്രാക്ട് ചെയ്യുന്നത്. ക്ലിയർ? അല്ലാതെ അവിടെ വേറെ ഒരു കോണ്ടാക്റ്റും ഇല്ല. ക്ലിയർ? ദെൻ
last situation, a plastic scale rubbed on hair attracts pieces of paper. സോ ഇതും എന്താണ്, ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. സോ ഒരു സ്കെയിലോ പെൻസിലോ യൂസ് ചെയ്ത് നമ്മളെ ഹെയറിൽ അല്പനേരം റബ്ബ് ചെയ്തതിനു ശേഷം ആ സ്കെയിലോ പെൻസിലോ അപ്പം തന്നെ ചെറിയ പേപ്പർ കഷ്ണങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ആ പേപ്പർ കഷ്ണങ്ങൾ അതിലേക്ക് സ്റ്റിക്ക് ചെയ്യും. ഓക്കെ, അഥവാ ആ സ്കെയിലിലേക്കോ ആ പെൻസിലിലേക്കോ സ്റ്റിക്ക് ചെയ്യും. ക്ലിയർ? സോ അവിടെ ഒരു കോണ്ടാക്റ്റും ഇല്ല. സോ ആ ഫോഴ്സ് എന്താണ്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. സോ ആരും അവിടെ പുഷ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. സോ അവിടെ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെയാണ് ഈ പേപ്പർ പീസസ് ആ സ്കെയിലിലേക്ക് പെൻസിലിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ക്ലിയർ? സോ ഇറ്റ്സ് എ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. സോ വിത്ത് നോ കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്റ്റ്. ക്ലിയർ? സോ ഫ്രം ദിസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് the force applied by the contact between objects is contact force, and the force applied on an object without contact on it is non-contact force. Okay, സോ ഒബ്ജക്ട്സിൻ്റെ കോണ്ടാക്റ്റ് വഴി ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനെ കോണ്ടാക്ട് ഫോഴ്സ്, അല്ലെങ്കിൽ ഒബ്ജക്ട്സിൻ്റെ കോണ്ടാക്റ്റ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സാണ് കോണ്ടാക്റ്റ് ഫോഴ്സ്. ഓക്കെ, ദെൻ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് വെച്ചാലോ, ഒബ്ജക്ട്സ് തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാതെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ആ ഫോഴ്സാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഓക്കെ, സോ ഒബ്ജക്ട്സ് തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് കോണ്ടാക്റ്റ് ഫോഴ്സ്. അതുപോലെ തന്നെ ഒബ്ജക്ട്സ് തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാതെ അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫോഴ്സാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ക്ലിയർ? ദെൻ ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഫോർ കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് ടാബുലേറ്റ് ദം. കോണ്ടാക്ട് ഫോഴ്സിനും നോൺ കോണ്ടാക്ട് ഫോഴ്സിനും കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്തി ടേബിളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ വി ക്യാൻ റൈറ്റ് കോണ്ടാക്ട് ഫോഴ്സ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ്. കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ, ദ ബോൾ മൂവ്സ് എവേ ഡ്യൂ ടു ദ സ്ട്രൈക്ക് ഓഫ് എ ബാറ്റ്സ്മാൻ. സോ ഒരു ബാറ്റ്സ്മാൻ ഒരു ക്രിക്കറ്റ് ബോൾ അടിച്ച് തെറിപ്പിക്കുന്ന എന്താണ്, കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിളാണ്. ക്ലിയർ? ദാറ്റ് ഈസ് അവിടെ ആരൊക്കെ തമ്മിലുള്ള കോണ്ടാക്ട് ഉള്ളത്, ആ പേഴ്സൻ്റെ അഥവാ ബാറ്റ്സ്മാൻ്റെ ഹാൻഡും ആ ബാറ്റും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബോളും ബാറ്റും തമ്മിൽ കോണ്ടാക്ട് ഉണ്ട് അല്ലേ. സോ ഇവിടെ നമ്മൾ മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സ് തമ്മിൽ മാത്രം കോണ്ടാക്ട് നോക്കിയാൽ മതി. സോ ഇവിടെ മെയിൻ കോണ്ടാക്ട് ഉള്ളത് ഏതൊക്കെ തമ്മിലാണ്, ബോളും ബാറ്റും തമ്മിൽ കോണ്ടാക്ട് ഉണ്ട് അല്ലേ. സോ ആ ബാറ്റ് ബോളിൽ തട്ടുമ്പോഴാണ് ബോൾ മൂവ് ചെയ്യുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, പുഷിംഗ് ഓഫ് എ ലോൺ റോളർ. സോ ലോൺ റോളർ എന്ന് വെച്ചാൽ ഈ പുൽത്തകിടുകളൊക്കെ നമ്മൾ ലെവലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റോളറാണ് ലോൺ റോളർ. അഥവാ ഗ്രൗണ്ടുകൾ, അതുപോലെ തന്നെ സ്റ്റേഡിയങ്ങളൊക്കെ, പുല്ലൊക്കെ പതിച്ചിട്ടുള്ള സ്റ്റേഡിയങ്ങളൊക്കെ നമ്മൾ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഗ്രാസൊക്കെ അത് വലുതാവുമ്പോൾ അത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റോളറാണ് ലോൺ റോളർ. സോ അത് നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്യണം, തള്ളിക്കൊണ്ട് കൊണ്ടുപോകണം. സോ അത് തള്ളുന്നത് എന്താണ്, കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് അവിടെ ഏതൊക്കെ തമ്മിൽ കോണ്ടാക്ട് ഉള്ളത്, ആ റോളറും ഗ്രൗണ്ടും തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ തള്ളുകയാണ് അല്ലേ, നമ്മൾ അതിന് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഹാൻഡ് ആ ഒബ്ജക്റ്റിൽ പുഷ് ചെയ്യുമ്പോഴാണ്, അഥവാ ആ റോളറിൽ പുഷ് ചെയ്യുമ്പോഴാണ് അത് മൂവ് ചെയ്യുന്നത് അല്ലേ. സോ എന്താണ്, കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിളാണ്. ദെൻ സ്ക്വീസിങ് ഔട്ട് ടൂത്ത് പേസ്റ്റ് ഫ്രം എ ടൂത്ത് പേസ്റ്റ് ട്യൂബ്. സോ ഒരു ടൂത്ത് പേസ്റ്റ് ട്യൂബിൽ നിന്ന് പേസ്റ്റ് നമ്മൾ പുറത്തേക്ക് വരുത്തുന്നത്, നമ്മുടെ ഹാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹാൻഡ് ടൂത്ത് പേസ്റ്റിൽ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ടൂത്ത് പേസ്റ്റ് പുറത്തേക്ക് വരുന്നത് അല്ലേ. ആ ട്യൂബിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് ടൂത്ത് പേസ്റ്റ് പുറത്തേക്ക് വരിക. സോ അതെന്താണ്, കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ദെൻ സ്ട്രെച്ചിങ് എ സ്പ്രിങ് ബൈ അപ്ലൈയിങ് എ ഫോഴ്സ്. സോ നമ്മൾ ഒരു സ്പ്രിങ് നമ്മുടെ ഹാൻഡ് കൊണ്ട് പ്രസ് ചെയ്യുന്നത് അല്ലേ. സോ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ സ്പ്രിങ് താഴേക്ക് മൂവ് ചെയ്യും. ക്ലിയർ? സോ നമ്മുടെ കൈ കൊണ്ട് നമ്മളത് പ്രസ് ചെയ്യുമ്പോഴാണ് അത് മൂവ് ചെയ്യുന്നത്. ക്ലിയർ? സോ നമ്മുടെ കൈ കൊണ്ട് അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. സോ അവിടെ കോണ്ടാക്ട് ഉണ്ട്, നമ്മുടെ ഹാൻഡും അതുപോലെ തന്നെ സ്പ്രിങ്ങും തമ്മിൽ കോണ്ടാക്ട് വരുന്നുണ്ട്. ക്ലിയർ? ദെൻ നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾസ് നോക്കൂ. എ ഗ്ലാസ് റോഡ് റബ്ബ്ഡ് വിത്ത് സിൽക്ക് അട്രാക്ട്സ് ടൈനി ബൈറ്റ്സ് ഓഫ് ഡ്രൈ പേപ്പർ. ദാറ്റ് ഈസ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്കെയിലോ പെൻസിലോ നമ്മളെ ഹെയറിൽ നമ്മൾ അല്പനേരം റബ്ബ് ചെയ്തതിനു ശേഷം അത് നമ്മൾ ചെറിയ പേപ്പർ പീസസിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ആ പേപ്പർ പീസസ് ഈ സ്കെയിലിലേക്കോ അതുപോലെ തന്നെ ഈ പെൻസിലേക്കോ അട്രാക്ട് ചെയ്യും, അഥവാ സ്റ്റിക്ക് ചെയ്യും. കുറച്ച് സമയം കഴിഞ്ഞാൽ ആ അട്രാക്ഷൻ ലോസ് ചെയ്തിട്ട് അത് താഴേക്ക് തന്നെ വീഴും. ക്ലിയർ? അതുപോലെ ഗ്ലാസ് റോഡ് മീൻസ് ചെറിയ ഗ്ലാസിൻ്റെ ദണ്ട്. ഓക്കെ, അത് നമ്മൾ സിൽക്കിൽ റബ്ബ് ചെയ്ത ശേഷം ചെറിയ പേപ്പർ പീസസിനടുത്ത് കൊണ്ടുവന്നാൽ ആ പേപ്പർ പീസസ് ഈ ഗ്ലാസ് റോഡിലേക്ക് അല്പസമയം അട്രാക്ട് ചെയ്തിരിക്കും, അഥവാ സ്റ്റിക്ക് ചെയ്തിരിക്കും. ഓക്കെ, സോ അത് നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. കാരണം നമ്മൾ ഈ ഗ്ലാസ് റോഡ് അതിനടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ അത് അതിന്മേൽ പറ്റിപ്പിടിക്കും. ഓക്കെ, സോ എന്താണ്, അതിന്മേൽ ടച്ച് ചെയ്യുന്നില്ല, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നില്ല അവിടെ, നമ്മൾ ജസ്റ്റ് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേന് അത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്, പേപ്പർ പീസസ് അതിലേക്ക് വന്നിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. സോ എന്താണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്.
ദെൻ എ മാംഗോ ഫാളിംഗ് ഫ്രീലി ടുവാർഡ്സ് എർത്ത് അണ്ടർ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. സോ ഒരു മാംഗോ ട്രീയിൽ നിന്നൊരു മാംഗോ താഴേക്ക് വീഴുന്നത് എന്താണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. സോ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആ മാംഗോ താഴേക്ക് ഫ്രീ ആയിട്ട് വീഴാൻ കാരണം. ഓക്കെ, അല്ലാതെ നമ്മൾ അവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നില്ല. ഓക്കെ, സോ അത് ഫ്രീ ആയിട്ട് വീഴുന്ന കാര്യമാണ്, എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ആ മാംഗോ കല്ലെടുത്ത് എറിഞ്ഞിട്ടോ അല്ലെങ്കിൽ വടികൊണ്ട് തല്ലിയിട്ടോ വീഴ്ത്തുന്ന കാര്യമല്ല പറഞ്ഞത്. ഓക്കെ, ഫ്രീ ആയിട്ടൊരു മാംഗോ ഓട്ടോമാറ്റിക്കലി താഴേക്ക് വീഴുന്ന എന്താണ്? ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. സോ ആ ഫോഴ്സിന് കാരണം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയാണ്. എർത്ത് അതിന്റെ സെന്ററിലേക്ക് എല്ലാ ഒബ്ജക്ട്സിനെയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, ക്ലിയർ. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, ദ ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ടു മാഗ്നറ്റ്സ് അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, സോ മാഗ്നറ്റ്സിന്റെ ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് ചെയ്യും നമുക്കറിയാം. സൗത്ത് പോളും നോർത്ത് പോളും അട്രാക്ട് ചെയ്യും. സോ ഇവിടെ ഫോഴ്സിന് കാരണം മാഗ്നറ്റിക് അട്രാക്ഷൻ ആണ്, അല്ലെ? ദാറ്റ് ഈസ് ഫോഴ്സ് ഓഫ് മാഗ്നറ്റിസം ആണ്. Clear. So this is about contact force and non-contact force. So we can enter to the next topic, or next topic is frictional force. So frictional force is a type of force. So എന്താണ് frictional force എന്ന് നമുക്ക് ഒരു എക്സ്പെരിമെന്റിലൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഡിഡ്ന്റ് യു നോട്ടീസ് ദ ഫിഗർ? സോ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അല്ലെ? ഒരു ബൈസിക്കിളിന്റെ ചെയിനിന്റെ ഭാഗത്ത് ഓയിൽ കൊടുക്കുന്നത്, അല്ലെ? Why do we lubricate the axle of a bicycle wheel with oil? സോ സൈക്കിളുള്ള എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, സൈക്കിളിൻ്റെ വീലിൻ്റെ സൈഡിൽ നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യും, അല്ലേ? സോ എന്തിനു വേണ്ടിയിട്ടാണ്? ചെയിന് നല്ല സ്മൂത്തായി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചെയ്യുന്നത്. ക്ലിയർ. സോ നമ്മൾ ആക്സിലിൻ്റെ ഭാഗത്ത് മാത്രമല്ല, ഏതെങ്കിലും ഭാഗം നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മോഷൻ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓയിൽ കൊടുക്കും, അല്ലേ? അപ്പം നല്ല സ്മൂത്തായിട്ട് മൂവ് ചെയ്യും. സോ ഒരുപാട് കാലമായിട്ട് മൂവ് ചെയ്യാതിരിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കുന്ന മെഷീൻസിന്റെ പാർട്സ് ഒക്കെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓയിൽ ചെയ്യാറുണ്ട്. ക്ലിയർ. സോ ഓയിൽ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ സ്മൂത്ത് ആവുന്നത്? നമുക്ക് നോക്കാം. ഓക്കെ, സോ റോൾ എ മെറ്റൽ സ്ഫിയർ ഓർ എ റബ്ബർ ബോൾ ഓൺ എ ലെവൽ ഗ്രൗണ്ട്. വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് മോഷൻ? സോ ഒരേ സമയം ഒരു റബ്ബർ ബോളും അതുപോലെ തന്നെ ഒരു മെറ്റൽ സ്ഫിയർ, ദാറ്റ് ഈസ് ഇരുമ്പിന്റെ ഒരു സ്ഫിയറും ഒരേ ടൈമിൽ ഗ്രൗണ്ടിലൂടെ റോൾ ചെയ്യിപ്പിക്കുക. ക്ലിയർ. സോ ഏതിന്റെ മോഷൻ ആയിരിക്കും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക? വി ഓൾ നോ ദാറ്റ് ദ മെറ്റൽ സ്ഫിയർ വിൽ സ്റ്റോപ്പ് ഏർലിയർ. അതായത് വേഗത്തിൽ സ്റ്റോപ്പ് ചെയ്യുന്ന മെറ്റൽ സ്ഫിയർ ആയിരിക്കും, അല്ലെ? സോ വാട്ട് ഈസ് ദ റീസൺ? സോ ഇവിടെ മെറ്റൽ സ്ഫിയറിന്റെ മോഷൻ എന്തല്ല? സ്മൂത്ത് അല്ല, അല്ലെ? സ്ലോലിയാണ് മെറ്റൽ സ്ഫിയർ മൂവ് ചെയ്യുന്നത് ഗ്രൗണ്ടിലൂടെ. എന്നാൽ റബ്ബർ ബോൾ നല്ല സ്പീഡിൽ മൂവ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് അവിടെ റബ്ബർ ബോളിന്റെ മോഷൻ എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആണ്. സോ സ്പീഡ് നല്ല കൂടുതലായിരിക്കും. സോ കുറേ സമയം അത് മൂവ് ചെയ്യും. ക്ലിയർ. സോ എന്തുകൊണ്ടാണ് റബ്ബർ ബോൾ ഗ്രൗണ്ടിലൂടെ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ മെറ്റാലിക് സ്ഫിയറിന്റെ മോഷൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതും എന്തുകൊണ്ടാണ്? സോ ഇതിന്റെ കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് നമുക്ക് നോക്കാം. സോ ടേക്ക് എ ലുക്ക് അറ്റ് ഫിഗർ 10.5 which shows a book placed on a table. സോ ഫിഗർ 10.5 ഒരു ടേബിളിന്റെ മുകളിൽ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. ടിൽറ്റ് ദ ടേബിൾ എ ലിറ്റിൽ. ഡസ് ദ ബുക്ക് മൂവ്? അതായത് നമ്മുടെ ടേബിൾ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്യാനാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുക, ടേബിൾ ഒന്ന് കുലുക്കി നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ടേബിൾ ഒന്ന് തിരിക്കാൻ നോക്കുക. ഡസ് ദ ബുക്ക് മൂവ്? ബുക്ക് മൂവ് ചെയ്യുന്നുണ്ടോ? നോ. കാരണം നമ്മൾ ചെറുതായിട്ട് ടേബിൾ ഒന്ന് ഇളക്കിയാൽ ബുക്ക് മൂവ് ചെയ്യില്ല, അല്ലേ? കാരണം ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? വളരെ വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ട്രൈ ടു ടിൽറ്റ് ദ ടേബിൾ എ ലിറ്റിൽ മോർ. ഒന്നുകൂടി ഫോഴ്സിൽ ടേബിൾ ഒന്ന് ടിൽറ്റ് ചെയ്യുക, ഒന്ന് കുലുക്കി കൊടുക്കുക. വാട്ട് ഡു യു ഒബ്സർവ് നൗ? സോ അപ്പോൾ നമ്മുടെ ബുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ജസ്റ്റ് ബുക്ക് ഒന്ന് ഇളകും, ജസ്റ്റ് ആ ബുക്കിന്റെ പൊസിഷൻ ഒന്ന് മാറും, അല്ലേ? ചെറുതായിട്ട്. വൈ ഡിഡ്ന്റ് ദ ബുക്ക് മൂവ് ഓൺ ടിൽറ്റിംഗ് ദ ടേബിൾ ഫസ്റ്റ്? സോ ആദ്യം നമ്മൾ ആ ടേബിൾ ടിൽറ്റ് ചെയ്ത സമയത്ത് എന്തുകൊണ്ടായിരുന്നു ബുക്ക് മൂവ് ചെയ്യാഞ്ഞത്? സോ നമുക്ക് നോക്കാം. ഫ്രം ദ ഫിഗർ ഐഡന്റിഫൈ ദ പെക്യുലാരിറ്റി ഓഫ് ദ സർഫസസ് ഓഫ് ദി ടേബിൾ ആൻഡ് ദ ബുക്ക് ദാറ്റ് കം ഇൻ ടു കോണ്ടാക്ട്. സോ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബുക്കിന്റെ സർഫസും ടേബിളിന്റെ സർഫസും തമ്മിലുള്ള കോണ്ടാക്ട്, അല്ലേ? സോ ആ ഒരു ഭാഗം അവിടെ സൂം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അല്ലേ? സോ ആ ബ്രൗൺ പാർട്ട് നമ്മുടെ ടേബിളിന്റെ സർഫസ് ആണ്, അതുപോലെ തന്നെ ആ ആഷ് കളർ പാർട്ട് ബുക്കിന്റെ സർഫസ് ആണ്. സോ ആ രണ്ട് സർഫസും തമ്മിൽ നോക്കൂ, അവരുടെ കോണ്ടാക്ട് ഒന്ന് നോക്കൂ നിങ്ങൾ. അതൊരു സ്മൂത്ത് കോണ്ടാക്റ്റ് ആണോ? അല്ല. രണ്ട് സർഫസിലും മൗണ്ട്സ് ആൻഡ് പിറ്റ്സ് ഉണ്ട്,
അല്ലേ, അഥവാ ചെറിയ കുണ്ടും കുഴികളും രണ്ട് സർഫസിലുണ്ട്. രണ്ട് സർഫസും സ്മൂത്ത് അല്ല. ക്ലിയർ? So we can notice that a large number of microscopic mounds and pits on their surfaces. When these two surfaces are in contact with each other, they get interlocked. So ഈ രണ്ട് സർഫസും കോണ്ടാക്റ്റിൽ വരുമ്പോൾ എന്ത് ചെയ്യും? അവർ തമ്മിൽ ഇന്റർലോക്ക് ചെയ്യും. സോ അതവിടെ ഒരു ലോക്കായിട്ട് കിടക്കും. ക്ലിയർ? കാരണം എന്താണ്? രണ്ട് ഭാഗത്തും കുണ്ടും കുഴിയുണ്ട്. സോ ആ ഒരു കുണ്ടും കുഴിയും എന്ത് ചെയ്യും? ഇങ്ങനെ ലോക്കായിട്ട് കിടക്കും. ഓക്കെ. സോ നമ്മൾ ചെറുതായിട്ടൊന്നും ടിൽറ്റ് ചെയ്താൽ അത് മൂവ് ചെയ്യില്ല. കാരണം ഈ രണ്ട് സർഫസുകളും അവിടെ ഇന്റർലോക്ക് ചെയ്ത് കിടക്കുകയാണ്. ക്ലിയർ? വെൻ വി ട്രൈ ടു മൂവ് എ ബോഡി ബൈ അപ്ലൈയിങ് എ ഫോഴ്സ് പാരലൽ ടു ദെയർ സർഫസസ് ആൻഡ് ഒപ്പോസിംഗ് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ്. സോ നമ്മൾ ഈ സർഫസസിന് പാരലായിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ, സോ ഈ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ഫോഴ്സ് ഈ സർഫസസിന് പാരലായിട്ട് അപ്ലൈ ചെയ്താൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. ദിസ് ഒപ്പോസിംഗ് ഫോഴ്സ് ഈസ് കാൾഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ. ദാറ്റ് ഈസ് ആ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ആ ബുക്കിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആ സർഫസ് ഇങ്ങോട്ട് കൊടുക്കും. ദാറ്റ് ഈസ് ഞാൻ ആ ബുക്ക് ഒന്ന് മെല്ലെ മൂവ് ചെയ്യിപ്പിക്കാൻ, അഥവാ ആ ബുക്കിൽ ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ ബുക്ക് മൂവ് ചെയ്യില്ല, അല്ലെ? ജസ്റ്റ് മെല്ലെ ആ ബുക്കിലും തൊട്ടാൽ അത് മൂവ് ചെയ്യോ? ഇല്ല, കാരണം അത് ഇന്റർലോക്ക് ചെയ്തെടുക്കണം. സോ കുറച്ച് ഫോഴ്സ് കൊടുക്കണം. ഓക്കെ. ചെറിയൊരു ഫോഴ്സ് അതിൽ കൊടുത്താൽ അത് മൂവ് ചെയ്യുള്ളൂ. സോ എന്തുകൊണ്ടാണ് ഞാൻ ആ ബുക്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് മൂവ് ചെയ്യാത്തത്? സോ ആ ബുക്കിന്റെ സർഫസും ടേബിളിന്റെ സർഫസും ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ. ദാറ്റ് ഈസ് ആ ടേബിളിന്റെ സർഫസ് ഈ ബുക്കിന്റെ സർഫസിലേക്ക് ഒരു നല്ല ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ക്ലിയർ? സോ ഈ രണ്ട് സർഫസുകളും കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഞാൻ ബുക്കിന്റെ സർഫസ് മുന്നോട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ടേബിളിന്റെ സർഫസ് ആ ബുക്കിന്റെ സർഫസിലേക്ക് ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുക്കും. ദാറ്റ് ഈസ് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ ഞാൻ ആ ബുക്കിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ആ ടേബിളിന്റെ സർഫസ് ഈ ബുക്കിന്റെ സർഫസിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിനേക്കാൾ ഒരു വലിയ ഫോഴ്സ് കൊടുക്കണം. അപ്പോഴേ ആ ബുക്ക് മൂവ് ചെയ്യുള്ളൂ. ക്ലിയർ? സോ ആ ടേബിളിന്റെ സർഫസ് ഈ ബുക്കിന്റെ സർഫസിൽ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് when a body move or tends to move on the surface of another body, a force is experienced parallel to the surface which opposes the relative motion between them. This is friction. Clear? So ഒരു സർഫസിന്റെ മുകളിൽ മറ്റൊരു സർഫസിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാൽ അവിടെ ഒരു ഒപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടായിരിക്കും. സോ ഈ ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ. അതിന് എക്സാമ്പിൾ ആണ്, ഞാൻ ഒരു ടേബിളിന്റെ മുകളിൽ ബുക്ക് വെച്ചിട്ടുണ്ട്. സോ ഞാൻ ആ ബുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ബുക്കിന്റെ സർഫസിന് ഓപ്പോസിറ്റ് ആയിട്ട്, അഥവാ ഞാൻ ഏത് ഡയറക്ഷനിലേക്കാണ് ബുക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നത് ആ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് ബുക്കിലേക്ക് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് ആ ടേബിളിന്റെ സർഫസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലിയർ? സോ ആ ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ. സോ ഒരുപാട് ടൈപ്പ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഓക്കെ. സോ വി ക്യാൻ എൻ്റർ ടു ദി നെക്സ്റ്റ് ടോപ്പിക്, different types of friction. Okay. So there are two pictures in our textbook. Take a look at the pictures in which two children are trying to move a log, isn't it? So the children are trying to move a log by two methods. The first one is by rolling and the second one is by sliding, isn't it? So ഇവിടെ രണ്ട് കുട്ടികൾ ഒരു മരത്തടി, ഒരു വുഡ് ഉരുട്ടിയിട്ടും അതുപോലെ തന്നെ വലിച്ചിട്ടും കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വിച്ച് ഓഫ് ദീസ് മെത്തേഡ്സ് ഈസ് ഈസി ഇൻ മൂവിങ് ഒബ്ജക്ട്സ് ബൈ ഡ്രാഗിങ് ഓർ ബൈ റോളിങ്? വലിച്ചു കൊണ്ടുപോകുന്നതാണോ അതോ റോൾ ചെയ്ത് കൊണ്ടുപോകുന്നതാണോ ഇവർക്ക് ഈസി മെത്തേഡ്? സോ വി ഓൾ നോ ദാറ്റ് ദ ആൻസർ ഈസ് ബൈ റോളിങ്, ഈസിൻറ്റ് ഇറ്റ്? സോ ഏതൊരു ഒബ്ജക്റ്റും നമുക്ക് റോൾ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈസി. സോ ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. Place a wooden block on a polished table as shown in the figure. Tie a string at one end of the wooden block and hang a pan on the other end. Allow the string to pass through a pulley. Place identical iron nails in the pan one by one. Observe the number of nails placed when the wooden piece begins to move. Okay. So the experiment is that ഒരു വുഡൻ ബ്ലോക്ക് ഒരു പോളിഷ്ഡ് ടേബിളിൻ്റെ മുകളിൽ വെക്കുക. സോ നമ്മുടെ ടേബിൾ നന്നായി പോളിഷ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് നമ്മുടെ ടേബിളിൻ്റെ സർഫസ് നല്ല സ്മൂത്ത് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് പോളിഷ്ഡ് ടേബിൾ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? സോ ഒരു വുഡൻ ബ്ലോക്ക് നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ വെക്കുക. ദെൻ അത് ഒരു സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ട്
സ്ട്രിങ്ങിൻ്റെ മറ്റേ എൻഡ് ഒരു പാനിൽ കണക്ട് ചെയ്യുക. ക്ലിയർ? ദെൻ അലൗ ദ സ്ട്രിങ് ടു പാസ് ത്രൂ എ പുള്ളി. ഈ സ്ട്രിങ് ഒരു പുള്ളിയിലൂടെ പാസ് ചെയ്യുക. ക്ലിയർ? പ്ലേസ് ഐഡൻറ്റിക്കൽ അയൺ നെയിൽസ് ഇൻ ദ പാൻ 1 by 1. സോ ഈ പാനിലേക്ക് 1 by 1 ആയിട്ട് ഒരുപോലെയുള്ള അയൺ നെയിൽസ്, ഇരുമ്പാണികൾ, സെയിം സൈസുള്ള ഇരുമ്പാണികൾ, സെയിം സൈസും മാസും ഉള്ള ഇരുമ്പാണികൾ, അയൺ നെയിൽസ് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. സോ എന്ത് ചെയ്യും? ആ പാനിൽ വെയിറ്റ് കൂടും. ക്ലിയർ? സോ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വുഡൻ ബ്ലോക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ക്ലിയർ? സോ ഒബ്സർവ് ദ നമ്പർ ഓഫ് നെയിൽസ് പ്ലേസ്ഡ് വെൻ ദ വുഡൻ പീസ് ബിഗിൻസ് ടു മൂവ്. സോ എത്ര അയൺ നെയിൽസ് ഇടുമ്പോഴാണ് നമ്മുടെ വുഡൻ പീസ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നതെന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞുള്ളത്. ക്ലിയർ? നൗ റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് പ്ലേസിംഗ് 2 cylindrical pencils between wooden piece and the table perpendicular to the direction of motion. ഓക്കെ, സോ ഈ എക്സ്പെരിമെൻറ്റിന് ശേഷം നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ? അതായത് ഈ വുഡൻ ബ്ലോക്കിന് താഴെ, അതായത് നമ്മുടെ ടേബിളിൻ്റെ സർഫസിനും വുഡൻ ബ്ലോക്കിനും ഇടയിൽ 2 സിലിണ്ട്രിക്കൽ പെൻസിൽസ് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? ദാറ്റ് ഈസ് നമ്മുടെ സാധാ പെൻസിൽ. ഓക്കെ, പെൻസിലിൻ്റെ ഷേപ്പ് എന്താണ്? സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. ഓക്കെ, സോ എങ്ങനെയാണ് വെക്കേണ്ടത്? വുഡൻ ബ്ലോക്കിന് ക്രോസ് ആയിട്ടാണ് വെക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി വുഡൻ ബ്ലോക്ക്. വുഡൻ ബ്ലോക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് പെൻസിൽ വെക്കേണ്ടത്. ദാറ്റ് ഈസ് നമ്മുടെ വുഡൻ ബ്ലോക്കിന് ക്രോസ് ആയിട്ട് വെക്കുക. ക്ലിയർ? അതായത് പെൻസിലിൻ്റെ മുകളിലൂടെ നമ്മുടെ വുഡ് പീസിന് മൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ പെൻസിൽ വെക്കേണ്ടത്. ക്ലിയർ? ദെൻ ഓൺ പ്ലേസിംഗ് ഹൗ മെനി നെയിൽസ് ഇൻ ദ പാൻ ഡിഡ് ദ വുഡൻ പീസ് ബിഗിൻ ടു മൂവ്. അതായത് എത്ര നെയിൽസ് ഇടുമ്പോഴാണ് വുഡൻ പീസ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് നെയിൽസ്? അതാണ് ചോദിക്കുന്നത്. അതായത് നേരത്തെ വുഡൻ പീസ് ടേബിളിൻ്റെ സർഫസിലൂടെ ഡ്രാഗ് ചെയ്യാൻ, ദാറ്റ് ഈസ് സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യാൻ എത്ര അയൺ നെയിൽസ് ആണ് ആവശ്യമായി വന്നതെന്ന് നേരത്തെ ചോദിച്ചിരുന്നു അല്ലേ? അതുപോലെ ഇപ്പോൾ പെൻസിൽ വെക്കുമ്പോൾ, അതായത് വുഡൻ പീസിൻ്റെ താഴെ അതിന് ക്രോസ് ആയിട്ട് 2 പെൻസിൽസ് 2 എൻഡിലും വെച്ചിട്ട് അതിന് മുകളിലൂടെ വുഡൻ പീസിന് മൂവ് ചെയ്യാൻ എത്ര അയൺ നെയിൽസ് ആണ് നമ്മൾ പാനിലേക്ക് ഇടേണ്ടി വന്നത്? അതാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ? സോ അത് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദി 2 സിറ്റുവേഷൻസ് ഈസ് ദ ഫോഴ്സ് അപ്ലൈഡ് ടു മൂവ് ദ വുഡൻ പീസ് ലെസ്സർ? ദാറ്റ് ഈസ് ഏത് സിറ്റുവേഷനിലാണ് വുഡൻ പീസിന് മൂവ് ചെയ്യാൻ ലെസ് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വന്നത്? ദാറ്റ് ഈസ് അയൺ നെയിൽസിൻ്റെ എണ്ണം എവിടെയാണ് കുറവ്? ഓക്കെ, അതായത് അയൺ നെയിൽസിൻ്റെ എണ്ണം കുറവ് മീൻസ് അവിടെ ഫോഴ്സ് കുറവായിരിക്കും, കുറച്ച് ഫോഴ്സ് മതി മൂവ് ചെയ്യാൻ. സോ എവിടെയായിരിക്കും? ഇൻ ദ സെക്കൻഡ് സിറ്റുവേഷൻ, ദാറ്റ് ഈസ് while rolling the wooden piece over the pencils. Okay, clear? Then the next question, when was it necessary to apply more force while sliding the wooden piece or while rolling it over the pencils? What is the answer? While sliding the wooden piece അല്ലേ? അതായത് ടേബിളിൻ്റെ സർഫസിലൂടെ സ്ലൈഡ് ചെയ്ത് പോകാനാണ് നമുക്ക് ഒരുപാട് ഫോഴ്സ് ആവശ്യമായി വന്നത് അല്ലേ? അതായത് ഒരുപാട് അയൺ നെയിൽസ് പെനിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എപ്പോഴാണ്? സ്ലൈഡ് ചെയ്ത് പോകാനാണ് അല്ലേ? അതായത് ഡ്രാഗ് വലിച്ചു പോകാനാണ്. ക്ലിയർ? സോ ദ ആൻസർ ഈസ് ദാറ്റ് വൈൽ സ്ലൈഡിങ് ദ വുഡൻ പീസ് മോർ ഫോഴ്സ് ഈസ് നെസസറി. അതായത് ടേബിളിൻ്റെ സർഫസിലൂടെ സ്ലൈഡ് ചെയ്ത് പോകാനാണ് ഒരുപാട് നെയിൽസ് ആവശ്യമായി വന്നത്, അഥവാ ഒരുപാട് ഫോഴ്സ് ആവശ്യമായി വന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് സോ ഇൻ വിച്ച് സിറ്റുവേഷൻ ഈസ് ദ ഒപ്പോസിംഗ് ഫോഴ്സ് ലെസ്? സോ ഏത് സിറ്റുവേഷനിലാണ് ഒപ്പോസിംഗ് ഫോഴ്സ് ലെസ് ആയത്? സിറ്റുവേഷൻ 2 അല്ലേ? സോ ഒപ്പോസിംഗ് ഫോഴ്സ് ലെസ് ആയതുകൊണ്ടല്ലേ സിറ്റുവേഷൻ 2-ൽ, ദാറ്റ് ഈസ് നമ്മൾ പെൻസിൽ യൂസ് ചെയ്തപ്പോൾ അതിലൂടെ റോൾ ചെയ്ത് പോകാൻ നമുക്ക് കുറച്ച് നെയിൽസിൻ്റെ ആവശ്യമേ വന്നുള്ളൂ, അതായത് കുറച്ച് ഫോഴ്സേ നമുക്ക് ആവശ്യമായി വന്നുള്ളൂ. ദാറ്റ് ഈസ് ആ പെൻസിൽസ് വുഡൻ പീസിൽ കൊടുത്ത ഒപ്പോസിംഗ് ഫോഴ്സ് എന്താണ്? കുറവാണ്. സോ ദ ആൻസർ ഈസ് while rolling the opposing force is less, but in the case of sliding the opposing force is more. Okay, so we can conclude that when a body rolls over the surface of another body, the force of friction which originates is rolling friction. That is, ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ സർഫസിലൂടെ റോൾ ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രിക്ഷൻ
അല്ലെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് റോളിംഗ് ഫ്രിക്ഷൻ ആണ്. സോ ഇവിടെ സിറ്റുവേഷൻ 2 എന്താണ്, റോളിംഗ് ഫ്രിക്ഷൻ ആണ്. കാരണം അവിടെ പെൻസിലിന്റെ മുകളിലൂടെ നമ്മുടെ വുഡൻ പീസ് റോൾ ചെയ്ത് പോവുകയാണ് ചെയ്തത്, അല്ലേ? Then when a body slides on the surface of another body, the force of friction which originates is sliding friction. That is, ഒരു സർഫസിലൂടെ ഒരു ബോഡി സ്ലൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഒപ്പോസിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. ക്ലിയർ? സോ ദർ ആർ 2 types of frictions. First one is rolling friction and the second one is sliding friction. So which one is more? So rolling friction is less than that of sliding friction. That is, rolling friction സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കമ്പാരിറ്റീവ്ലി ലെസ് ആണ്, അഥവാ കുറവാണ്. ക്ലിയർ? അതുകൊണ്ടാണ് സിറ്റുവേഷൻ 2 അഥവാ പെൻസിലിന്റെ മുകളിലൂടെ വുഡൻ പീസ് റോൾ ചെയ്ത് പോയപ്പോൾ നമുക്ക് കുറച്ച് നെയിൽസിന്റെ ആവശ്യമേ വന്നുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ കുറച്ച് ഫോഴ്സേ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വന്നുള്ളൂ. സോ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ക്ലിയർ? വീൽസ് ആർ used in vehicles to reduce friction. Identify situations where there is a reduction of friction as a result of rolling and write them down in your science diary. So vehiclesile wheels കൊടുത്തിട്ടുള്ളത് എന്തിനാണ്? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? അതായത് നമ്മൾ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ വെഹിക്കിളിന് സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വീല് കൊടുത്തിട്ടുള്ളത്. സോ വെഹിക്കിൾസിൽ വീല് യൂസ് ചെയ്താൽ അവിടെ റോളിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും ജനറേറ്റ് ചെയ്യുക. സോ റോളിംഗ് ഫ്രിക്ഷൻ എന്താണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണ്. ദാറ്റ് ഈസ് സ്മൂത്ത് ആയിട്ട് വെഹിക്കിൾസ് മൂവ് ചെയ്തോളും. ഇനി വീൽസ് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വെഹിക്കിൾസൊക്കെ നമ്മൾ സ്ലൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ വെഹിക്കിൾസ് സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യോ? ഇല്ല. കാരണം അവിടെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. ഗ്രൗണ്ടിലൂടെ സ്ലൈഡ് ചെയ്താണ് പോവുക. സോ അവിടെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും, മോഷൻ കുറവായിരിക്കും. ക്ലിയർ? സോ റോളിംഗ് വഴി ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്ത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? സോ നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴൊക്കെയാണ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റോളിംഗ് യൂസ് ചെയ്യാറുള്ളത്? റോളിംഗ് ഓഫ് എ വുഡൻ പീസ്. സോ വലിയ വലിയ മരത്തടികളൊക്കെ വുഡൻ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വലിച്ചു കൊണ്ടുപോകുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് റോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ നമ്മൾ റോൾ ചെയ്താണ് കൊണ്ടുപോവുക, അല്ലെ? ഉരുട്ടിയിട്ടാണ് കൊണ്ടുപോവുക. ദെൻ പുള്ളി. നിങ്ങളുടെ വീടുകളിലെല്ലാം കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ കപ്പി ഉണ്ടായിരിക്കും, പുള്ളി, അല്ലേ? സോ ഈ കപ്പിയിലൂടെ നമ്മൾ കയറ് വലിക്കുകയാണ് ചെയ്യുന്നത്. സോ സ്മൂത്തായിട്ട് നമുക്ക് വെള്ളം കിണറ്റിൽ നിന്നും മുകളിലേക്ക് എത്തിക്കാൻ കഴിയും. ഫ്രിക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ മെനി സിറ്റുവേഷൻസ് ഇൻ അവർ ഡെയിലി ലൈഫ്. Nevertheless, friction has some disadvantages too. Given below are some situations where friction is beneficial and non-beneficial. Tabulate them. Okay. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ നമ്മൾ ഫ്രിക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഫ്രിക്ഷൻ നമുക്ക് ഡിസ്അഡ്വാൻറ്റേജസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അഥവാ ഗുണത്തെ പോലെ തന്നെ ദോഷങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇവിടെ ഫ്രിക്ഷൻ നമ്മുടെ ഡെയിലി ലൈഫിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നോൺ ബെനിഫിഷ്യലും ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ആണ് കൊടുത്തുള്ളത്. സോ ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ടാബ്ലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് സിറ്റുവേഷൻസ് വെർ ഫ്രിക്ഷൻ ഈസ് ബെനിഫിഷ്യൽ ആൻഡ് സിറ്റുവേഷൻസ് വെർ ഫ്രിക്ഷൻ ഈസ് നോൺ ബെനിഫിഷ്യൽ. ദാറ്റ് ഈസ് ബെനിഫിഷ്യൽ എന്ന് വെച്ചാൽ നമുക്ക് ഉപകാരപ്പെടുന്നത്, നോൺ ബെനിഫിഷ്യൽ എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ നമുക്ക് ദോഷകരമായി ബാധിക്കുന്ന സിറ്റുവേഷൻസ്. ക്ലിയർ? സോ നിങ്ങൾ ക്ലാസിഫൈ ചെയ്യുക. വാട്ട് ആർ ദ സിറ്റുവേഷൻസ്? സ്ട്രൈക്കിംഗ് എ മാച്ച് സ്റ്റിക്ക് ഓൺ ദി സൈഡ് ഓഫ് എ മാച്ച് ബോക്സ്. സോ തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ട് നമ്മൾ തീപ്പെട്ടിയുടെ സൈഡിൽ വെച്ചിട്ട് ഉരസിയിട്ടാണ് തീ കത്തിക്കാറ്. ഓക്കെ. സോ അവിടെ ഒരു ഫ്രിക്ഷൻ ആണ്, അല്ലേ? സോ അത് നമുക്ക് ബെനിഫിഷ്യൽ ആണോ നോൺ ബെനിഫിഷ്യൽ ആണോ? സോ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എഴുതുക. ഓക്കെ. വെയർ ആൻഡ് ടയർ ഓഫ് മെഷീൻസ്. സോ മെഷീൻ പാർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ ഒരുപാട് കാലം കഴിയുമ്പോൾ അതിൻ്റെ തിക്നെസ് കുറയും. ദാറ്റ് ഈസ് ടയർ ആൻഡ് വെയർ സംഭവിക്കുന്നു പറയും. ഓക്കെ. അതായത് തേയ്മാനം സംഭവിക്കും. ഓക്കെ. സോ ഇവിടെ ഫ്രിക്ഷൻ ബെനിഫിഷ്യൽ ആണോ നോൺ ബെനിഫിഷ്യൽ ആണോ എന്ന് ആലോചിച്ച് എഴുതാം. ദെൻ എബിലിറ്റി ടു ഹോൾഡ് ഒബ്ജക്ട്സ്. സോ ഏതൊരു ഒബ്ജക്റ്റും നമ്മുടെ കയ്യിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്നത് ഫ്രിക്ഷൻ കാരണമാണ്. നിങ്ങൾക്കറിയാവുന്നുണ്ടായിരിക്കും ചില വഴുവഴുപ്പുള്ള സോപ്പുകൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിയേഴ്സ് സോപ്പൊക്കെ. സോ പിയേഴ്സ് സോപ്പൊക്കെ നമുക്ക് കയ്യിൽ പിടിക്കാൻ കുറച്ച് പാടാണ്. അതായത് പെട്ടെന്ന് അത് സ്ലൈഡ് ചെയ്ത് പോകും, പെട്ടെന്ന് തെന്നിപ്പോവും, കാരണം അവിടെ ഫ്രിക്ഷൻ കുറവാണ്. ഓക്കെ. സോ അതുപോലെയാണ് എല്ലാ ഒബ്ജക്ട്സ് എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിയേഴ്സ് സോപ്പിൻ്റെ സർഫസ് പോലെയാണ് നമ്മുടെ എല്ലാ ഒബ്ജക്ട്സും ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനം കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. സോ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാ ഒബ്ജക്ട്സും കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ. സോ ഫ്രിക്ഷൻ അവിടെ നമുക്ക് ബെനിഫിഷ്യൽ ആണോ നോൺ ബെനിഫിഷ്യൽ ആണോ എന്ന്
ആലോചിച്ച് എഴുതാം. ദെൻ വാക്കിംഗ്, നമുക്ക് തറയിലൂടെ ഗ്രൗണ്ടിലൂടെ നടക്കാൻ കഴിയുന്നത്. ഓക്കെ, സോ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് തറയിലൂടെ നടക്കാൻ കഴിയുന്നത്. സോ ചില സമയങ്ങളിൽ നമ്മൾ തെന്നി വീഴാറുണ്ട്. എപ്പോഴൊക്കെ നമ്മൾ തെന്നി വീഴാറ്? ബാത്റൂമിൽ അല്ലേ, ബാത്റൂമിൽ വെള്ളം ഉണ്ടായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വഴുവഴുപ്പ് ഉണ്ടായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സോപ്പ് ഉണ്ടായിരിക്കുമ്പോൾ അതിലൊക്കെ ചവിട്ടി നമ്മൾ തെന്നി വീഴും. ഓക്കെ, അതുപോലെ തന്നെ തറയിലൊക്കെ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ, ഏതെങ്കിലും ഓയിൽസ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ അവിടെ അതിൽ ചവിട്ടുമ്പോൾ നമ്മൾ തെന്നി വീഴും അല്ലേ. സോ അതെന്താണ്? അവിടെ ഫ്രിക്ഷൻ കുറവാണ്. ദാറ്റ് ഈസ് അവിടെ ഫ്രിക്ഷൻ കുറവാകുമ്പോഴാണ്, അഥവാ അവിടെ സർഫസ് സ്മൂത്തായി അല്ലേ. സോ സ്മൂത്ത് ആയാൽ എന്ത് ചെയ്യും? നമ്മൾ തെന്നിപ്പോവും. ഓക്കെ, സോ നമ്മുടെ ഗ്രൗണ്ട് മൊത്തം ഇങ്ങനെ സ്മൂത്ത് സർഫസ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് നടക്കാൻ കഴിയുമോ? ഇല്ല. ഓക്കെ, സോ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് നടക്കാൻ കഴിയുന്നത്. സോ അത് നമുക്ക് ബെനിഫിഷ്യൽ ആണോ നോൺ ബെനിഫിഷ്യൽ ആണോ ആലോചിച്ചിട്ട് എഴുതാം. ദെൻ ട്രെഡിങ് ഓഫ് ടയർസ് ഓഫ് വെഹിക്കിൾസ്, ദാറ്റ് ഈസ് വെഹിക്കിൾസിൻ്റെ ടയേഴ്സിനൊക്കെ ട്രെഡുകൾ ഉണ്ടാവും. ഡിഫറെൻറ്റ് ഷേപ്പിൽ ട്രെഡുകൾ ഉണ്ടായിരിക്കും. സോ ടയേഴ്സിൽ ഈ ട്രെഡിങ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ വാഹനം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്. ക്ലിയർ? സോ ഈ ട്രെഡിങ് ടയർ തേയുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. സോ ആ സമയത്ത് വണ്ടിയുടെ ബ്രേക്കൊക്കെ ചവിട്ടിയാൽ വണ്ടി പെട്ടെന്ന് നിൽക്കില്ല. ഓക്കെ, സോ അവിടെ ട്രെഡിങ് ലോസ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ വണ്ടി നിൽക്കാത്തത്. ക്ലിയർ? സോ ടയറുകളിൽ ട്രെഡിങ് ഉള്ളത് കൊണ്ടാണ് നമുക്കവിടെ വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, സോ അത് ബെനിഫിഷ്യൽ ആണോ നോൺ ബെനിഫിഷ്യൽ ആണെന്ന് ആലോചിച്ച് നോക്കുക. ദെൻ വെയറിങ് ഔട്ട് ഓഫ് ടയേഴ്സ്, ദാറ്റ് ഈസ് ടയറുകൾ തേയുന്നത്. സോ ഒരുപാട് കാലം ഒരു വണ്ടിയുടെ ടയർ നമ്മൾ യൂസ് ചെയ്താൽ അത് എന്ത് ചെയ്യും? തേഞ്ഞു പോകും അല്ലേ. ദാറ്റ് ഈസ് അവിടെ ഫ്രിക്ഷൻ കാരണമാണ് തേയുന്നത്. സോ അത് നമുക്ക് ബെനിഫിഷ്യൽ ആണോ നോൺ ബെനിഫിഷ്യൽ ആണോ എന്ന് നിങ്ങൾക്കറിയാം, എഴുതുക. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഫ്യൂവൽ ലോസ്, ദാറ്റ് ഈസ് ഇന്ധന നഷ്ടം. സോ അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ബെനിഫിഷ്യൽ ആണോ നോൺ ബെനിഫിഷ്യൽ ആണോ എന്ന്. ഓക്കെ, സോ ഈ സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഈ ടേബിളിൽ എഴുതുക. ക്ലിയർ? സോ ദിസ് ഈസ് യുവർ അസൈൻമെൻറ്റ് വർക്ക്. സോ ഇതാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് വർക്ക്. ഓക്കെ, സോ you might have understood that there are advantages and disadvantages of friction. What are the different methods to reduce friction? So friction reduce ചെയ്യാൻ നമ്മൾ ഡെയിലി ലൈഫിൽ എന്തൊക്കെയാണ് ചെയ്യാറ്? സോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെല്ലാം ചെയ്യുന്നതാണ്. സോ എന്തൊക്കെയാണ് ആ മെത്തേഡ്സ്? പോളിഷ് ചെയ്യും അല്ലേ. ദെൻ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യും. സോ ലൂബ്രിക്കൻസ് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുക? ഓയിൽസ് അല്ലേ, കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ ഗ്രീസ്, അതൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ദെൻ ബെയറിങ്സ്. സോ ഇതൊക്കെയാണ് നിങ്ങൾ ഡെയിലി ലൈഫിൽ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. ഇസ്ൻ്റ് ഇറ്റ്? ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. സോ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ എ വുഡൻ ബോട്ട്, സെക്കൻഡ് വൺ an aeroplane, and third one a sport car. Isn't it? So why are they designed in a peculiar shape? സോ ഈ 3 വെഹിക്കിൾസും ഡിഫറെൻറ്റ് ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ. അതുപോലെ തന്നെ ഈ 3 വെഹിക്കിൾസും 3 ഡിഫറെൻറ്റ് മീഡിയത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. അതായത് ബോട്ട് ട്രാവൽ ചെയ്യുന്നത് വാട്ടറിലാണ്, അതുപോലെ തന്നെ എയറോപ്ലെയിൻ ട്രാവൽ ചെയ്യുന്നത് എയറിലാണ്, സ്പോർട്സ് കാർ ട്രാവൽ ചെയ്യുന്നത് റോഡിലൂടെയാണ്, ദാറ്റ് ഈസ് ഗ്രൗണ്ടിലൂടെയാണ് അല്ലേ. സോ ഇവിടെയൊക്കെ എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. സോ ഇതുവരെ നമ്മൾ ഗ്രൗണ്ടിലൂടെയുള്ള ഫ്രിക്ഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. സോ എയറിലും വാട്ടറിലും ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, സോ ആ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയറോപ്ലെയിനിൻ്റെ ഫ്രണ്ടേജ് കണ്ടോ? നിങ്ങൾ എയറോപ്ലെയിനിൻ്റെ ഫ്രണ്ടേജും ബാക്ക്, അതിൻ്റെ ലീഫ്, അതൊക്കെ കണ്ടോ? സോ അതൊക്കെ എയറിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത മെത്തേഡ്സ് ആണ്. ക്ലിയർ? ദെൻ വുഡൻ ബോട്ടിൻ്റെ ഷേപ്പ് നോക്കൂ. വാട്ടറിൻ്റെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ക്ലിയർ? സോ ഇങ്ങനെ ഡിസൈൻ ചെയ്താലാണ് ഈ വെഹിക്കിൾസ് എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, ഡോണ്ട് യു തിങ്ക് ദിസ് റെഡ്യൂസസ് ദ ഫ്രിക്ഷൻ ഡ്യൂ ടു എയർ, വാട്ടർ ഓർ ബോത്ത് വെൻ ദേ മൂവ് ഫോർവേഡ്? ഡിസൈനിങ് ദ ഷേപ്പ് ഓഫ് ഒബ്ജക്ട്സ് സോ ആസ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ഈസ് സ്ട്രീം ലൈനിങ്. ഓക്കെ, അതായത് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ ഒബ്ജക്ട്സിൻ്റെ ഷേപ്പ് ഡിസൈൻ ചെയ്യുന്നതിനെ നമ്മൾ സ്ട്രീം ലൈനിങ് എന്നാണ് വിളിക്കുക. ഓക്കെ, haven't you noticed oil being applied to a pulley used to draw water from a well and oil or grease being applied in the moving parts of vehicles? What is the advantage of doing so? That is, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ വീട്ടിലെല്ലാം വെള്ളം കോരുന്ന കപ്പി, പുള്ളി ഉണ്ടായിരിക്കും അല്ലേ. സോ കുറച്ച് കാലം കഴിഞ്ഞാൽ അതിൽ നിന്നൊരു സൗണ്ടൊക്കെ വരും അല്ലേ. നമ്മൾ വെള്ളം കോരുമ്പോൾ സൗണ്ടൊക്കെ വരും. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ സ്മൂത്ത്നെസ്സും കുറയും. സോ നമ്മൾ എന്ത് ചെയ്യും? ആ പുള്ളിയുടെ സൈഡിൽ ഓരോ ഹോൾസ് ഉണ്ടായിരിക്കും. സോ ആ ഭാഗത്തൊക്കെ ഗ്രീസോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ആഡ് ചെയ്തെടുക്കും. സോ നല്ല സ്മൂത്തായിട്ട് അത് മൂവ് ചെയ്യും.